സദ്ഗമയ സദ്ഗമയുടെ ഈ സ്പെഷ്യൽ യൂത്ത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷ പലർക്കും അതൊരു പേടി സ്വപ്നമാണ്. പരീക്ഷയെ ഇത്രമാത്രം ഭയപ്പെടാനുണ്ടോ? ഇന്നത്തെ അന്വേഷണം എങ്ങനെ നന്നായി പരീക്ഷ എഴുതാം എന്നതിനെക്കുറിച്ച്. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ എന്താ എല്ലാവരും ഒരു മുഖത്തൊരു ചെറിയൊരു പരിഭ്രമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ വരുന്ന വഴിക്ക് വല്ല കളനെ കണ്ടോ? അതൊക്കെ വല്ല കടുവായം കണ്ടോ? അത് ഇന്നലെ രാത്രി വല്ല പേടി സ്വപ്നം വല്ലതും കണ്ടോ? ഇത് പറ്റി പരീക്ഷയൊക്കെ വരുമല്ലേ, അതിന്റെ ഒരു ടെൻഷൻ. ഓ, പരീക്ഷ വരാൻ പോവല്ലേ? ഉടനെ ഉണ്ടോ പരീക്ഷ? അടുത്ത ആഴ്ച. ഓക്കെ. പരീക്ഷ നമ്മളെല്ലാരും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പൊതുവെ അല്ലേ? പക്ഷെ അങ്ങനെ പരീക്ഷ പേടിക്കേണ്ട ഒരു വലിയൊരു ഭീകര ജന്തുവൊന്നും അല്ല. ഇന്നിപ്പോൾ അങ്കിൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. അതിന് മുമ്പ് എൻ്റെ മനസ്സിലൊരു കഥ വരുന്നുണ്ട്. ആ കഥ ഞാൻ പറയാം. ഈ കഥയിലെ കഥാനായകൻ്റെ പേര് നിങ്ങളെപ്പോലൊരു ഒരു ബാലനാണ്. ടോണി എന്നായിരുന്നു ഇതിൻ്റെ പേര്. അവൻ ഭയങ്കര മടിയനാണ്, കുഴിമടിയനാണ്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ആള് സ്മാർട്ടൊക്കെയാണ്, പഠിച്ചാൽ നന്നായിട്ട് അവൻ്റെ മനസ്സിൽ കയറും. പക്ഷേ ഇവൻ എന്നാ ചെയ്താൽ പുസ്തകം തുറക്കുകയില്ല, വായിക്കുകയില്ല. ഇതാണ് അവൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഗ്രാമത്തിലൊരു മാന്ത്രികനാണ്. അപ്പോൾ മാന്ത്രികൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഒരു മോഹം. ഈ മാന്ത്രികൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവൻ പറഞ്ഞു, ഗുരു എനിക്കൊരു മാന്ത്രിക പേന തരണം. എന്താ? ഒരു മാന്ത്രിക പേന. എന്താ ഈ മാന്ത്രിക പേനയുടെ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ, ആ പേന കൊണ്ട് പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ഓരോ ചോദ്യവും വായിച്ചു അതിന് ഉത്തരം അങ്ങോട്ട് എഴുതാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരം എല്ലാം അങ്ങ് വരണം, ഒഴുകി വരണം. അങ്ങനെ ഒരു മാജിക് പെൻ. അപ്പോൾ ഈ മാന്ത്രികൻ പറഞ്ഞു, ശരി മാന്ത്രിക പേന തരാം. അയ്യോ, അത് കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനിയൊന്നും പഠിക്കണ്ടല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഈ മാന്ത്രികൻ പറഞ്ഞു, പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും വെറുതെ കിട്ടിയാലേ പേന, കുറേ ജോലിയൊക്കെ ചെയ്യാനുണ്ട്. അവൻ പറഞ്ഞു, എന്ത് ജോലി ഞാൻ ചെയ്യാം, എനിക്കൊരു മാന്ത്രിക പേന കിട്ടിയാൽ മതി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു വലിയ കൊട്ടാരത്തിൻ്റെ നടുക്കുള്ള മുറിയിലാണ് ഈ മാന്ത്രിക പേന ഇരിക്കുന്നത്. ആ കൊട്ടാരത്തിന് താക്കോലൊന്നുമില്ല, എന്നാൽ അതിനകത്ത് ചെന്ന് കയറാനുള്ള കഥകൾ അടച്ചിട്ടേക്കാണ്. ചില പ്രത്യേക രീതികളുണ്ട്. ഒന്നാമത്തെ ഡോർ മാത്രം നിനക്ക് വേണ്ടി തുറന്നു കിടക്കും. ആ ഡോറിൽ കൂടെ നീ അകത്ത് ചെല്ലുമ്പോൾ അവിടെ 1500 പുസ്തകങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ നീ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച് അതിൻ്റെ എല്ലാം നോട്ട് എഴുതിയെടുക്കണം. ഓക്കെ. അവസാനത്തെ പുസ്തകം വായിച്ച് നോട്ട് എഴുതിയെടുത്ത് കഴിയുമ്പോൾ അടുത്ത മുറിയിലോട്ട് കയറാനുള്ള വാതിൽ തുറന്നു കിട്ടും. അങ്ങനെ രണ്ടാമത്തെ മുറി കയറി കഴിയുമ്പോൾ അവിടെ ഉണ്ട് 1500 പുസ്തകം നിരത്തി വെച്ചിരിക്കുക. അതും മുഴുവൻ വായിച്ച് അതിന് നോട്ട് എടുത്ത് കഴിയുമ്പോൾ മൂന്നാമത്തെ മുറി കയറാം. അങ്ങനെ അടുത്ത മുറിയിലുണ്ട് 1500 പുസ്തകം. ഇങ്ങനെ 7 മുറികൾ കടന്നാൽ 8ാമത്തെ മുറിയിൽ ഒരു മനോഹരമായൊരു പീഠത്തിൽ ഒരു പേന ഇരിപ്പുണ്ട്. ആ പേന നീ എടുത്താൽ അതൊരു മാന്ത്രിക പേനയായിരിക്കും. അതുകൊണ്ട് പോയി നീ പരീക്ഷ എഴുതിയാൽ നന്നായിട്ട് എഴുതാൻ പറ്റും എന്നതാണ്. അവനത് ചെയ്തു. അവന് നന്നായിട്ട് എഴുതാൻ പറ്റി. ആ പേന മാന്ത്രിക പേന ആയതുകൊണ്ടാണോ? അല്ല, പിന്നെന്താ? ഈ 1500 പുസ്തകം വീതം 7 മുറികളെ തുറക്കാനിടയ്ക്ക് വായിച്ചതിൻ്റെ ഇടയ്ക്ക് അതിന് നോട്ട് എഴുതിയെടുത്ത് നന്നായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചു അല്ലേ? അല്ലാതെ ഇതിന് വേറെ യാതൊരു മാർഗ്ഗവുമില്ല. ശരിയായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗ്ഗം. അല്ലാതെ ഇന്ന് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും ഒരു മാന്ത്രിക പേനയുടെ രഹസ്യം ഒന്നും പറഞ്ഞു തരാൻ പോകല്ല. എൻ്റെ കയ്യിൽ മാന്ത്രിക പേനയൊന്നും ഇല്ല. പക്ഷേ എങ്ങനെയാണ് ശരിയായി പഠിക്കേണ്ടത്, എങ്ങനെ ശരിയായിട്ട് പരീക്ഷ എഴുതണം എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞുതരാൻ ശ്രമിക്കും. അപ്പോൾ ഞാനൊരു വാക്ക് പറയാൻ പോവുകയാണ്. ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ചിന്ത കടന്നു വരുന്നത്? എന്തും ആയിക്കോട്ടെ, ഒരു വാക്കിൽ അതിന് മറുപടി പറയാം. റെഡി? ഓക്കെ. അപ്പോൾ വാക്കിതാണ്: ക്രിക്കറ്റ്, വേൾഡ് കപ്പ്, സ്റ്റമ്പ്, ബോള്, ഓക്കെ, അമ്പയർ, പിച്ച്, സിക്സ്, ബോൾ, ടെണ്ടുൽക്കർ, ക്രിക്കറ്റ് ബാറ്റ്. ഫൈൻ. ഇനി ഞാൻ ഒരു വാക്കൂടെ പറയാൻ പോവാണ്. ഈ ഓർഡറിൽ അതിന് മറുപടി പറയണം. അടുത്ത വാക്ക് പരീക്ഷ. ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ ഷീറ്റ്, ആൻസേഴ്സ്, ഓക്കെ. ക്വസ്റ്റ്യൻസ്, പാസ് ഓർ ഫെയിൽ. ഏതെങ്കിലും ഒന്ന് പറയാം. പാസ്. ഓക്കെ. മാർക്സ്, ഫെയിൽ, ടീച്ചേഴ്സ്, കോപ്പിയടി, ഓക്കെ. എക്സാമിനേഷൻ ഹാൾ. ഓക്കെ. ഒത്തിരി വ്യത്യസ്തമായ ആശയങ്ങളാവുന്നത്. എന്നാൽ അത്ഭുതകരമായിട്ട് ഒരാളെങ്കിലും പാസ് എന്നുള്ള പറഞ്ഞു. സാധാരണ ഞാനിത് ചോദിച്ചിട്ടുള്ളതൊക്കെ ഈ ജയിക്കുക എന്നുള്ള കാര്യം പറയാറില്ല. പൊതുവെ തോൽവി പറയാറുണ്ട്. അങ്ങനെ പല അതിൻ്റെ പരീക്ഷ പേടിയൊക്കെ പറയാറുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ ആളുകൾ ജയം എന്നുള്ള കാര്യം പറയാറുള്ളൂ. ഇത് തന്നെ നമ്മുടെ പൊതുവെയുള്ളൊരു കുഴപ്പം. പരീക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ ജയം എന്നുള്ളൊരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം നമ്മളങ്ങ് മറക്കും. ബാക്കിയെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു വരും. പരീക്ഷ പേടിയും ക്വസ്റ്റ്യൻ പേപ്പറും അല്ല. പക്ഷെ വിജയിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. ആരാ നിങ്ങൾ?
ആരാണ് നിങ്ങൾ? എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ആർക്കും പറയാം. ആരാണ് നിങ്ങൾ? വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഭാവി തലമുറയിലെ വാഗ്ദാനങ്ങൾ. ഭാവി തലമുറയിലെ വാഗ്ദാനങ്ങൾ. മനുഷ്യർ. മനുഷ്യർ. നിങ്ങളൊക്കെ പറഞ്ഞ ഉത്തരങ്ങൾ ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉത്തരം എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ദൈവസൃഷ്ടികളാണ്. നിങ്ങളും ഞാനും എല്ലാം. വി ഓൾ ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ്. അല്ലേ? അക്കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല, നമ്മളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ദൈവം വെറുതെ നമ്മളെ സൃഷ്ടിച്ചു വിട്ടതല്ല. ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട്. ദൈവം തമ്പുരാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ പറഞ്ഞ പോലെ നമ്മളെ സൃഷ്ടിച്ചതിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെപ്പോലെ വേറൊരാളില്ല. നമ്മൾ അതുല്യരാണ്. ബാഹ്യമായിട്ട് രൂപത്തിൽ മാത്രമല്ല. ഇപ്പോൾ നിങ്ങളുടെ ആളുടെ എങ്കിലും ഒരാളുടെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ഒക്കെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നേ. അവർക്ക് മൂക്കുണ്ടോ? മൂക്കുണ്ട്. നിങ്ങൾക്ക് മൂക്കുണ്ടോ? നിങ്ങൾക്ക് മൂക്കുണ്ട്. അവർക്ക് കണ്ണുണ്ട്, നിങ്ങൾക്കും കണ്ണുണ്ട്. അവർക്ക് ചെവിയുണ്ട്, നിങ്ങൾക്ക് ചെവിയുണ്ട്. പക്ഷേ അവരുടെ കണ്ണും നിങ്ങളുടെ കണ്ണും വ്യത്യസ്തം. അവരുടെ ചെവിയും നിങ്ങളുടെ ചെവിയും വ്യത്യസ്തം. ബാഹ്യമായ രൂപത്തിൽ മാത്രമല്ല, ആന്തരികമായ കാര്യത്തിലും അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എല്ലാ കാര്യത്തിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരും. വേറെ ആരും നമ്മളെപ്പോലില്ല. അങ്ങനെ യുണീക്കായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. അതിന് ഒരു യുണീക്ക് പർപ്പസ് ഉണ്ട്. ഈ സമൂഹത്തിൽ നിങ്ങൾ മാത്രം ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തമായ ഒരു ഗോളുണ്ട്. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഈ ഭൂമിയിലോട്ട് വിട്ടേക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ പരീക്ഷ എഴുതുന്നതിനാ പരീക്ഷ എഴുതുന്നു? പരീക്ഷ എഴുതുന്നതും ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ്. വേറെ നില പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്യന്തികമായ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ, എന്തായാലും പരീക്ഷ വന്നു, സന്തോഷം, ഹാപ്പി, അങ്ങനെ ഉണ്ടോ? ആണോ സൈന? എന്താ പറയുന്നു? ഒരിക്കലുമല്ല. നമുക്കൊക്കെ പരീക്ഷ എന്ന് പറയുന്നത് പേടി സ്വപ്നമാണ്, അല്ലേ? ഞാനാണെങ്കിൽ പണ്ട് കണക്ക് പരീക്ഷ എഴുതുന്ന ഒരു കുറച്ച് ദീർഘനാളുകൾ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ കുറെ കാലം മുമ്പ് മലയാളിയായ ശാന്തകുമാരൻ ശ്രീശാന്തിന് വേൾഡ് കപ്പിലേക്ക് പ്രവേശനം കിട്ടിയപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. ഒരു ഇന്റർവ്യൂവിൽ താൻ പറഞ്ഞു, എൻ്റെ ഒരു സ്വപ്ന നേട്ടമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ ടീമിൽ കടന്നു വരിക. വേൾഡ് കപ്പിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. നന്നായിട്ട് ബൗൾ ചെയ്താലും അവിടെ ഉള്ള ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാൻമാരാണ് വരുന്നത്. വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും ഒക്കെ. അവർ എത്ര ഫാസ്റ്റായിട്ട് കഴിഞ്ഞാൽ ടക്ക് 6 തട്ടും, അല്ലേ? ബാറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ആദ്യത്തെ ബോളിൽ തന്നെ സ്റ്റംപ് പറഞ്ഞു പോകും. അത്ര നല്ല പേസ് ബൗളേഴ്സാണ് വരുന്നത്. എങ്കിൽ പോലും എന്താ ശ്രീശാന്ത് പറഞ്ഞത്? എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ. വേറെ നല്ല പറഞ്ഞാൽ ഈ ടീമിൽ വന്ന് ഈ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ്. കാരണം എന്താ? അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ മാത്രമേ അവനവൻ്റെ കഴിവ് വെളിപ്പെടുത്താൻ പറ്റൂ, അല്ലേ? അല്ലാതെ എന്നും നെറ്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ശ്രീശാന്തിന് തൻ്റെ ലോകം മുഴുവൻ തൻ്റെ കഴിവ് വെളിപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ പരീക്ഷ എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ടാലൻറ്റ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ശ്രീശാന്ത് നന്നായിട്ട് കളിച്ച് അവൻ്റെ കഴിവ് വെളിപ്പെടുത്തിയാൽ, അത് തെളിഞ്ഞാൽ എന്താ അവന് കിട്ടുക? എന്ത് കിട്ടും? പണം കിട്ടും, പിന്നെ പ്രശസ്തി കിട്ടും, പേര് കിട്ടും, ഒത്തിരി അഡ്വർടൈസ്മെന്റ്സ് കിട്ടും, വളരെ ഫേമസ് ആകും. അതിനൊക്കെയുള്ള അവസരം എപ്പോഴാണ് ഉണ്ടാകുന്നത്? കളിക്കുമ്പോഴാണ്. കളിക്കാതെ വീട്ടിൽ നിന്ന് കിടക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഒരു സ്വപ്ന നേട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കഴിവ് പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അയ്യോ, പരീക്ഷ എഴുതി വേണ്ടി വന്നല്ലോ, അയ്യോ ഈ ഗതികേട് എനിക്ക് സംഭവിച്ചു പോയല്ലോ, ഞാൻ ഈ പരീക്ഷ എഴുതേണ്ടി വന്നല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അയ്യോ പരീക്ഷ വരുന്നേ എന്ന് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ പരീക്ഷ വന്നാലേ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ടാലൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് ഈ പരീക്ഷ. ഇറ്റ്സ് ലൈക്ക് എ ഗോൾ പോസ്റ്റ്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നിടത്ത് 2 ടീമിലും കളിക്കാറുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടുക. ഗോൾ പോസ്റ്റിലെന്ന് വിചാരിച്ചു വല്ല പ്രയോജനമുണ്ടോ? അങ്ങോട്ട് തട്ടാം ഇങ്ങോട്ട് തട്ടാം. ഗോൾ അടിക്കണമെങ്കിൽ ഗോൾ പോസ്റ്റ് വേണം. അപ്പോൾ പരീക്ഷ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ തെളിയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിനെല്ലാം പരീക്ഷയിലെ വിജയം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടേ? പരീക്ഷ വരുന്നതെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയല്ല. വെൽക്കം പരീക്ഷ, വെൽക്കം മൈ ഡിയർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരീക്ഷയെ സ്വീകരിക്കാൻ തയ്യാറാണ്. പരീക്ഷ കൊണ്ട് വേറെ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, പ്ലാൻ ഉണ്ടെന്ന്. അത് അക്കംപ്ലീഷ് ചെയ്യണമെങ്കിൽ പരീക്ഷ ഉണ്ടാകണം. ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കലും ഒരു കോളേജിൽ, ഒരു സുവോളജി ലാബിൽ ഒരു പ്രൊഫസർ ഒരു കുപ്പിക്കകത്ത് ഒരു ബട്ടർഫ്ലൈ, അതിന് മുമ്പ് ഒരു പ്യൂപ്പ ഉണ്ടല്ലോ, ആ പ്യൂപ്പ സ്റ്റേജിലുള്ള പുഴു അതിനെ കൊണ്ട് വെച്ചു. എന്നിട്ട് ആ സാറ് പറഞ്ഞു, നിങ്ങൾ നോക്കിയിരുന്നോ, അല്പം കഴിയുമ്പോൾ ഇതിൻ്റെ തോടൊക്കെ പൊളിച്ച് പുറത്തേക്ക് മനോഹരമായ ഈ ബട്ടർഫ്ലൈ വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. അപ്പോൾ കുട്ടികളെല്ലാം ഇതിന് ചുറ്റും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രഗിൾ, ഈ ബട്ടർഫ്ലൈൻ്റെ പുറത്തേക്ക് വരാനുള്ള ഈ ഭയങ്കര ശ്രമമാണ്.
കുറേ സ്ട്രഗിളാണ്, ഭയങ്കര ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കര വിഷമം തോന്നി. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ്റെ സിസർ എടുത്ത് ആ പ്യൂപ്പയുടെ ആ മൂല ഒരല്പം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു, സോ ദാറ്റ് ബട്ടർഫ്ലൈ ക്യാൻ കം ഔട്ട് ഈസിലി. എന്തായാലും പെട്ടെന്ന് ബട്ടർഫ്ലൈ പുറത്ത് വന്നു. പക്ഷെ അധികം താമസിയായി ബട്ടർഫ്ലൈ ചത്തുപോയി. കാരണം എന്താണെന്നറിയാമോ, ഈ സ്ട്രഗിള് ഇതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം അതങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പുറത്തോട്ട് വരുമ്പോൾ മാത്രമേ അതിൻ്റെ ചിറക് ശക്തി പ്രാപിക്കത്തുള്ളൂ. അതിൻ്റെ ചിറകിനെ ശക്തി പ്രാപിക്കാൻ വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു മെക്കാനിസം ആയിരുന്നു അത്. ഈസി ആയിട്ട് പുറത്തോട്ട് വന്നപ്പോൾ അതിന് ചിറകിന് ശക്തി ഇല്ലാവുന്നു, അതിന് പറക്കാൻ വയ്യ, ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പരീക്ഷ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള പദ്ധതികളെ അക്കംപ്ലീഷ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ സ്വർണ്ണം കട്ടിയായിട്ട് ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. നമ്മൾ കഴുത്തേലൊക്കെ ഉപയോഗിക്കുക, അല്ലെ മാലയായിട്ടെടുത്തും എപ്പോഴാണ് അത് ചെയ്യുന്നത്? അതൊരു ഓർണമെൻ്റ് ആകുമ്പോഴാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഓർണമെൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ സ്വർണം തീക്കകത്തൂടെ കടത്തിവിട്ടാൽ മാത്രമേ മറ്റുള്ളവരെടുക്കുന്ന ഒരു ആഭരണമായിട്ട് അത് മാറത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ തേയില, ഈ ഡിപ്സ് തേയില ഉണ്ടല്ലോ, ഈ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കുന്ന ടൈപ്പ് പാക്കറ്റുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇത് കുറച്ച് നാളായിട്ട് വെച്ചേക്ക്, ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. ഈ ഡിപ്പ് ചെയ്യുന്ന ആ തേയില പാക്കറ്റ് ചൂടുവെള്ളത്തിലോട്ട് ഇട്ടാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, അതിനകത്തുള്ള സത്ത പുറത്തോട്ട് വരത്തുള്ളൂ, അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകത്തുള്ളൂ അല്ലേ? അപ്പോൾ എനിക്ക് ചൂടാകുന്ന, എനിക്ക് പൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ധാന്യം, നമ്മുടെ ചുറ്റുപാടും ധാന്യമുണ്ട്. പക്ഷേ അത് റൊട്ടിയാകണമെങ്കിൽ ഇടിയണം, പൊടിയണം, ബോർമയ്ക്കകത്തിരിക്കണം, ചൂടൊക്കെ സഹിക്കണം. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നമ്മളെന്താ പറയേണ്ടതെന്ന് അറിയാമോ? ദൈവമേ, എന്നെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത് എന്നല്ല, പരീക്ഷയിൽ പ്രവേശിപ്പിക്കണമേ. പരീക്ഷയെ നമുക്ക് വളരെ നന്നായിട്ട് പരീക്ഷയിൽ നല്ലൊരു വിജയം കൈവരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അത്യന്താപേക്ഷിതമായിട്ട് ക്വാളിറ്റീസ് അല്ലേ? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പല കാര്യങ്ങളുണ്ട്, 2-3 വളരെ വേഗത്തിൽ ഞാൻ പറയാം. ഒന്നാമത്, നമുക്ക് വി നീഡ് ടു ഹാവ് എ റിയൽ ഡീപ് ഡിസയർ. യഥാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കത്തുള്ളൂ. ശരിയായ ആഗ്രഹമില്ലെങ്കിൽ എങ്ങനെയും ആരെങ്കിലുമൊക്കെ നൊന്തി തള്ളിവിട്ട് ആരെങ്കിലും പറഞ്ഞ് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ പഠിത്തം നടക്കില്ല, പരീക്ഷ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. ഒരിക്കലും സോക്രട്ടീസിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് നല്ല ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞ് അവരൊരുമിച്ച് കുളിക്കാൻ വേണ്ടി ഒരു കുളത്തിൽ പോയി. രണ്ടുപേരും കുളത്തിലിറങ്ങി ഇങ്ങനെ മൂക്കി കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം എന്തെന്നറിയാമോ, ഈ സോക്രട്ടീസ് ഈ ശിഷ്യനെ പിടിച്ചൊരൊറ്റ മൂക്കങ്ങ് മൂക്കി. അയ്യോ, ശ്വാസം കിട്ടാതെ കിടന്ന് പടച്ചപ്പോൾ അവനെ പുറത്തോട്ടെടുത്തു. വീണ്ടും അവനെ പിടിച്ചൊരു മൂക്കി. അപ്പോൾ കുറച്ചു നേരം കൂടെ അവനിങ്ങനെ പടച്ചുകൊണ്ടിരുന്നു, പുറത്തോട്ട് കൊണ്ടുവന്നു. മൂന്നാമത് ഒരിക്കൽ കൂടെ മുക്കി കുറേയേറെ സമയം അവനെ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. അവൻ ആ കൂടെ കിടന്ന് പടയാൻ തുടങ്ങി. ഒരു പരുവത്തിന് അവൻ രക്ഷപ്പെട്ടു, പുറത്തേക്ക് പൊന്തിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ 3ാമത്തെ തവണ നിന്നെ ഇങ്ങനെ മുക്കി പിടിച്ച് നിർത്തിയപ്പോൾ എന്ത് വേണമെന്നായിരുന്നു നിൻ്റെ ആഗ്രഹം? അപ്പോൾ അവൻ പറഞ്ഞു, എങ്ങനെയും തലയൊന്ന് പുറത്തോട്ടിടണം, ഒരല്പം വായു എനിക്ക് കിട്ടണം, ആ ഒരൊറ്റ കാര്യം ഞാൻ ചിന്തിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ സമയത്ത് നിനക്കൊരു കല്യാണം കഴിക്കണം തോന്നിയോ? ഇല്ല. 1 കോടി രൂപ സമ്പാദിക്കണം തോന്നിയോ? ഇല്ല. അവനൊറ്റ കാര്യം അവൻ്റെ മനസ്സിൽ വന്നുള്ളൂ, എന്തുവാ? ഒരല്പം വായു കിട്ടണം എന്ന് പറഞ്ഞുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകണം. അറ്റ് എനി കോസ്റ്റ് ഐ ഷുഡ് എക്സൽ, നല്ല മാർക്ക്, ഉന്നത വിജയം എനിക്ക് നേടാൻ കഴിയണം എന്നുള്ള, വേറെ ഒന്നും കണ്ടില്ലെങ്കിലും വേറെ ഒന്നും ലഭിച്ചില്ലെങ്കിലും എനിക്കിത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ശുഭാപ്തി വിശ്വാസമാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ സാധിക്കും, നടക്കും എന്നുള്ളൊരു വിശ്വാസം. ഞാൻ പരീക്ഷ ജയിക്കുമോ, എങ്ങനെ കാര്യങ്ങൾ പോകും എന്ന് പേടിച്ച് അറച്ചരച്ച് വിറച്ച് പോയി കഴിഞ്ഞാൽ ആ കൂടെ ബുദ്ധിമുട്ടാകും. മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഒരിക്കൽ ബെർണാഡ് ഷോ ഒരു കമ്പനിയിൽ ഒരു പ്യൂണായിട്ട് ജോലി ചെയ്യാറ്. ബെർണാഡ് ഷോ കുറിച്ച് നിങ്ങൾ കേട്ടുകാണുമല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള നാടകകൃത്ത്. അപ്പോൾ അദ്ദേഹം ഒരു കമ്പനിയിലെ പ്യൂണായിട്ട് ജോലി ചെയ്യുമ്പോൾ അച്ഛന് മരിച്ചുപോയി, അമ്മയ്ക്കൊരു ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ ആ ജോലിയുമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അപ്പോൾ ആ കുടുംബത്തിന് സഹായമായിട്ട് ബെർണാഡ് ഷോയുടെ ജോലിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കഴിവുകൾ അദ്ദേഹം തന്നെ കണ്ടെത്തി. അദ്ദേഹം അതുകൊണ്ട് ഈ ജോലി രാജിവെച്ചിട്ട് എഴുത്തിൻ്റെ മേഖലയിൽ കടക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഡിസ്കറേജ് ചെയ്തു, നീ അങ്ങനെ പോയ കാര്യങ്ങൾ നടക്കത്തില്ല എന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പ്യൂണ് ജോലി രാജിവെച്ചിട്ട് പുതിയൊരു പ്രവർത്തന മേഖലയിലേക്ക് കടന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. തൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ കഴിവുകളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തനിക്കുണ്ടായിരുന്നു. അതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. മൂന്നാമത് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പാറ്റേൺ നമുക്കുണ്ടായിരിക്കണം. എന്തെങ്കിലും പഠിക്കുക, എപ്പോഴെങ്കിലും പഠിക്കുക, എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, അടുക്കും ചിട്ടയോടും കൂടെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു അപ്രോച്ച് നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് ഒരു പകുതി കാര്യങ്ങൾ നടന്നു. നമുക്കറിയാമല്ലോ, നിങ്ങൾ കേട്ടല്ലോ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ അല്ലേ? ഒരിക്കലൊരു വിറവ് വെട്ടി, അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്.
അപ്പോൾ അവളുടെ കല്യാണ സമയമായപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വന്നു. അപ്പോൾ ഈ വിറക് വെട്ടി ഒരു കാര്യം പറഞ്ഞു, ഞാൻ ആരെയാ ഇവർക്ക് ചെറുക്കനായിട്ട് കൊടുക്കുന്ന അറിയാമോ, ഞാൻ എൻ്റെ ഇവിടെ തടി ഇട്ടിട്ടുണ്ട്, ആ തടി വെട്ടിക്കീറുന്നവന് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പല ചെറുപ്പക്കാരും വന്നു, മഴുവെടുത്തു, വെട്ടി. ഒരു വെട്ട് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു പൊക്കോ നിനക്ക് എൻ്റെ പെണ്ണിനെ തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ വന്നു. അവനിങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആ മഴു ആദ്യം എടുത്തു, അതിൻ്റെ മൂർച്ചയൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്ന് പരിശോധിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ മഴു മുകളിലോട്ട് ഉയർത്തുന്നതിന് മുമ്പ് ഇവിടെ കുറേ വല്ല കമ്പുണ്ടോ കമ്പിയുണ്ടോ പ്രതിബന്ധങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി. എന്നിട്ട് പിന്നെ അദ്ദേഹം ആ വിറകെടുത്ത് ഭംഗിയായിട്ട് തെന്നി താഴോട്ട് വീഴാത്ത രീതിയിൽ ഒരടയൊക്കെ കൊടുത്ത് നന്നായിട്ട് വെച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ മഴു എടുത്ത് ഒരൊറ്റ വെട്ടി. അത് മതിയായിരുന്നു. വിറക് വെട്ടി പറഞ്ഞു, മതി, ഇനി വെട്ടണ്ട, എൻ്റെ മോളെ ഞാൻ നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു. കാരണം എന്താ, എല്ലാ ക്രമീകരണങ്ങളും അവൻ അതിന് മുമ്പ് ചെയ്തിരുന്നു വെട്ടുന്നതിന് മുമ്പ്, അല്ലേ? അപ്പോൾ നല്ല ഒരു തയ്യാറെടുപ്പ് അത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഇനിയിപ്പോൾ 4-5 ദിവസം കാലത്തുള്ള പരീക്ഷയ്ക്ക് ഇതിനിടയ്ക്ക് വലിയൊരു തയ്യാറെടുപ്പിന് സമയം കിട്ടത്തില്ല. നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുപ്പ് നടത്തി എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നല്ല അവസാനമായിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്തായിരിക്കാം? ദൈവഭയം. തീർച്ചയായിട്ടും ദൈവത്തിലുള്ള ഒരു ആശ്രയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കീർത്തനങ്ങൾ, വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ 127 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു, യഹോവ വീട് പണിയായിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്നാണ്. നമ്മളെത്ര നന്നായിട്ട് പഠിച്ചു, നല്ല രീതിയിൽ ഒരുങ്ങി, നല്ല ആഗ്രഹമുണ്ടായിരുന്നു, എല്ലാം ശരിയാണ്, എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. പക്ഷേ ദൈവം ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മുൻപന്തിയിൽ നിന്നില്ലെങ്കിൽ, നമ്മുടെ മുൻപിൽ ദൈവം ഇല്ലെങ്കിൽ നമ്മുടെ അറ്റംപ്റ്റ് എല്ലാം ഒരു ഫെയില്യൂറാണ്. വേറൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വന്നാലും അതൊന്നും നമുക്ക് പ്രതിബന്ധമാകത്തില്ല. നമുക്ക് വിജയത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. ഞാൻ ഈ പേന കൊണ്ട് എഴുതാൻ തുടങ്ങുന്നത് കരുതാം. ഓക്കെ, അപ്പോൾ റീറ്റ ഇങ്ങോട്ട് വരിക. റീറ്റ ഒന്ന് വരാമോ? ഓക്കെ, ഞാനിത് എഴുതാൻ തുടങ്ങുമ്പോൾ റീറ്റ ഇതിൻ്റെ മുകളിൽ പിടിച്ചിരുന്ന് എഴുതാൻ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ. ഓക്കെ, ഒന്ന് എഴുതിക്കേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? കരുകുരാന്ന് കുറേ വരകൾ വീഴും, അല്ലേ? കുറേ വരകൾ ഈ പേപ്പറെ വീഴും, അതേ സംഭവിക്കത്തുള്ളൂ. എന്നാൽ ഈ പേന കൊണ്ട് കവിത എഴുതാൻ അറിയാവുന്ന ഒരാളാണ് റീറ്റ എങ്കിൽ, ഞാൻ റീറ്റയുടെ കയ്യിൽ പേന കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായ കവിതകൾ ഉണ്ടാകും. സഞ്ജുവിന് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാമെങ്കിൽ ഞാൻ ഈ പേന സഞ്ജുവിൻ്റെ കയ്യിൽ കൊടുത്താൽ സഞ്ജുവിന് നല്ല ചിത്രം വരയ്ക്കാൻ കഴിയും. കഥ എഴുതാൻ അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇത് ഞാൻ കൊടുത്താൽ കഥ എഴുതാൻ കഴിയും. ചുരുക്കത്തിൽ ഈ പേന നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആരാണ്, അവരുടെ കയ്യിൽ ഈ പേന കൊടുത്താൽ ഏറ്റവും നല്ല കാര്യം സാധിക്കും. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന, എൻ്റെ ജീവിതത്തേക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്നത് ആരാ? ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിലുള്ള ആശ്രയം. വേറെ നിലയിൽ പറഞ്ഞാൽ ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാനിടയാണ്. ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു, അവൻ നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു, ഞാനും നിങ്ങളും ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ, രക്ഷകനും കർത്താവുമായി നമ്മുടെ ഉള്ളങ്ങളിൽ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ദൈവമക്കളായി തീരാൻ കഴിയും. അപ്പം അങ്ങനെ ദൈവമക്കളായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ വളരെ സന്തോഷം, അല്ലേ? ഇപ്പം എൻ്റെ മക്കളെ സഹായിക്കാൻ എനിക്ക് സന്തോഷമാണ്, നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്, ശരിയല്ലേ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താ? ദൈവത്തിൻ്റെ മക്കളായി തീരുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ കൈ കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പം പിന്നെ പരീക്ഷയെക്കുറിച്ച് യാതൊരു ഭയം വേണ്ട. ഗോഡ് വിൽ ബി വിത്ത് യു. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പരീക്ഷാ ഹോളിലും പരീക്ഷ എഴുതുമ്പോഴും എല്ലാ അവസരത്തിലും ദൈവം നിങ്ങൾക്കെല്ലാം നല്ലൊരു വിജയം നൽകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി എന്ന് നിങ്ങളെല്ലാം പറയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി സഹായിക്കട്ടെ. നമസ്കാരം, നന്ദി. കൈത്തിരി.com ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങൾ, ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി.com വെളിച്ചത്തിലേക്കൊരു തിരുനാളം.